നല്ല കുട്ടിയായിട്ട് ആഹാരം കഴിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്തോ പനി പിടിച്ച് കിടക്കുന്നത് പോലെ നിങ്ങളൊക്കെ എന്നോട് പെരുമാറുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കൈയുടെ ഈ പ്രശ്നമല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ വായിക്ക് രുചിയായിട്ടൊന്നും എനിക്ക് കഴിക്കാൻ തരാത്ത? എനിക്ക് കഞ്ഞി വേണ്ട, നോൺ വെജ് എന്തെങ്കിലും വേണം. ചിക്കൻ ഫ്രൈ കഴിക്കാൻ കൊതിയാവുന്നു. തൽക്കാലം ഡോക്ടർ പറഞ്ഞത് കഴിച്ചാ മതി. ഒക്കെ ഭേദമായി വീട്ടിൽ ചെന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ കഴിക്കാലോ. അനഘേച്ചി ഡ്യൂട്ടി കഴിഞ്ഞോ? ഇല്ല, 8 മണിയാവണം. അത് കഴിഞ്ഞാ പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാ പിന്നെ അമ്മയൊന്ന് വീട്ടിലോട്ട് പോട്ടെ. പോയിട്ട് നാളെ രാവിലെ തന്നെ വരാം. രാവിലെ തന്നെ ഓടിപ്പാഞ്ഞ് വരണമെന്നൊന്നും ഇല്ല. അമ്മ സമാധാനായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് മെല്ലെ വന്നാ മതി. അതെ, അല്ല ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. കലയമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. ശരി, കുടിക്കേ കുടിക്കേ. ആ അഖിലേ, ഇത് ഭക്ഷണത്തിന് ശേഷം കൊടുക്കാനുള്ള മരുന്നാണേ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇവിടെ വെച്ചേക്കാം. ഇതിനി വേണ്ട. ആഹാ, അപ്പോ ട്രിപ്പ് കൊടുക്കണ്ടേ? ഇപ്പൊ ഇവള് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഡ്രിപ്പ് ഇടുന്നത് നിർത്താന്ന് ഡോക്ടർ പറഞ്ഞു. മോളെ, ഇന്നത്തെ കളക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? പതിവിലും കൂടുതലുണ്ട്. എല്ലാ കൃഷ്ണന്റെ മിടുക്ക. തിരക്ക് സമയത്ത് സീറ്റ് കിട്ടാതെ ആർക്കും പോകേണ്ടി വരാത്തതുകൊണ്ടാ ഊണ് നേരത്തെ തീർന്നത്. അതിന്റെ ക്രെഡിറ്റ് കൃഷ്ണേട്ടൻ തന്നെയാ. അത് മാത്രമല്ല അമൃതമോളെ കാര്യം, ഊണ് കഴിഞ്ഞ് കഥ പറഞ്ഞിരിക്കാൻ കൃഷ്ണേട്ടൻ ഒരാളെയും വിട്ടില്ല. കഴിച്ചു കഴിഞ്ഞവരെ പറഞ്ഞു വിട്ട് അപ്പോഴേക്ക് അടുത്ത ആൾക്കാരെ പിടിച്ചിരുത്തി കഴിയും. എന്തായാലും ആ ബംഗാളി കൃഷ്ണൻ മിടുക്കനാ. എന്റെ ചേട്ടത്തി, കൃഷ്ണേട്ടൻ നല്ല ഒന്നാം തരം മലയാളിയാ. നന്നായിട്ട് ജോലി എടുക്കുന്നതേ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമാണെന്ന ചേട്ടത്തിയുടെ ചിന്തയാ ആദ്യം മാറ്റേണ്ടത്. ഇന്നത്തോടെ ഞാൻ മാറ്റിയിരിക്കുന്നു. പോരേ. മാഡം വിളിച്ചു പറഞ്ഞു. അല്ല, കൃഷ്ണേട്ടന് ഡെയിലി ശമ്പളമാണോ അതോ മാസ ശമ്പളമാണോ വേണ്ടത്? അയ്യോ, എനിക്ക് കാശൊന്നും വേണ്ട. കഴിക്കാനും കിടക്കാനും ഇത്തിരി സ്ഥലം തന്നാ മതി. അത് പറ്റില്ല കൃഷ്ണേട്ടാ. ജോലി ചെയ്യുന്നതിന് ശമ്പളം വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെ ഇവിടെ നിർത്താൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സാധാരണ കൊടുക്കുന്നതെന്തോ അത് തന്നാ മതി. എങ്കിൽ മാസ ശമ്പളം തരാം. മതി, ധാരാളം മതി. പിന്നെ ഇത് ഞങ്ങള് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാ, അതുകൊണ്ട് ഉറങ്ങാനുള്ള സ്ഥലം തരാൻ പറ്റില്ല. അത് കൃഷ്ണേട്ടൻ തന്നെ കണ്ടെത്തണം. എന്നാ അങ്ങനെ ആവട്ടെ. താമസത്തിന് ഞാൻ വേറൊരു സ്ഥലം നോക്കിക്കോളാം. ശരി. അതെ ചേട്ടത്തി, നാളത്തേക്കുള്ള പച്ചക്കറിയൊക്കെ എടുത്തു തന്നാ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ട് പോകായിരുന്നു. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം ജോലിക്കാരായാൽ. കണ്ട് പഠിക്കേ. വാ കൃഷ്ണ, പോവാ. വാ. ആതിരയുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാണല്ലോ, എന്നിട്ട് അവളെന്താ വിളിക്കാത്തെ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.